What's up, people? This is Oddbat. So, മൈ ഹീറോ അക്കാഡമിയുടെ 10th ആനിവേഴ്സറിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം മൈ ഹീറോ അക്കാഡമിയുടെ ആനിമയും മാങ്കയും ഫിനിഷായി. സോ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ ആനിമേസിലെ ദ ബെസ്റ്റ് എൻഡിങ് എനിക്ക് തോന്നുന്നു മൈ ഹീറോ അക്കാഡമിക്കാണെന്ന്. ജുജുത്സു കൈസൻ്റെ എൻഡിങ് എന്താ ഫാൻസിൻ്റെ അടുത്ത് അത്ര വലിയ നന്നായിട്ട് റിസീവ്ഡ് ആയ എൻഡിങ് അല്ല. പിന്നെ ചെയിൻസോ മാൻ പാർട്ട് 1 എൻഡിങ് അടിപൊളിയായിരുന്നു, ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു ചെയിൻസോ മാൻ പാർട്ട് 1. പക്ഷെ പിന്നെ ചെയിൻസോ മാൻ പാർട്ട് 2 ഇറങ്ങി, അതിൻ്റെ എൻഡിങ് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഡീമൺ സ്ലേയറിന്റെ എൻഡിങ്ങും അത്ര വലിയ സംഭവം ഒന്നും അല്ലായിരുന്നു. അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇപ്പോൾ ആൾക്കാർ 50-50 ആണ്. മാങ്ക ഇറങ്ങിയ സമയത്ത് പല ആൾക്കാർക്കും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആനിമയിൽ അത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. സോ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. പിന്നെ ബ്ലാക്ക് ക്ലോവറിന്റെ എൻഡിങ് ഈ കഴിഞ്ഞ ദിവസം കണ്ട് ഞാൻ വായിച്ചു. ഒരു എന്തോ വളരെ പെട്ടെന്ന് തീർന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൈ ഹീറോ അക്കാഡമിന്റെ എൻഡിങ് ആനിമയില് മാങ്കയില് ഇതൊരു 7/10 എൻഡിങ് ആയിരുന്നു. പക്ഷെ ആനിമയില് ഇതൊരു 10/10 പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു. സോ ഒരു പുതിയ വേവ് ഓഫ് ഷോണൻ ഫാൻസിനെ ഉണ്ടാക്കിയ സീരീസ് ആയിരുന്നു മൈ ഹീറോ അക്കാഡമിയ. അതിന്റെ 10th ആനിവേഴ്സറി ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടുവെക്കാം. സോ ലെറ്റ്സ് സീ.君はヒーローになれる。俺はオールマイトを終わらせちまってるが勝って超えたいんじゃないか。あいつに抜けねえもんは君はこっちで拭ってな。オールマイトよりも見つけたすごい人だったんだ。ヒーローが辛い時いつも自分のことより人を優先してヒーローを守るのは手を差し伸ばしていけばきっと必ず。余計なお世話ってのはヒーローの本質なんだろ。どこへでも駆けつけ迷子の手を引くのがインゲニウムだ。全力でかかってこい君の。俺だって力じゃないか。ヒーローに緑谷ありがとな。何も壊せやしなかった。もう壊したよ。それは明日のお前ら次第だな。助けるんだろお前の欠点を思い出せ。なりたい俺に全速力であるために友達が一人じゃなかった。大事なんだよ。大事なものを守れないのは守る嫌だから。ヒーローに俺たちの物語だ。これは僕が最高のヒーローになるまでの物語。そしてみんなが最高のヒーローになるまでの物語だ。പ്ലസ് അൾട്ര. സോ അതായിരുന്നു 10th ആനിവേഴ്സറി ട്രെയിലർ. മാൻ, എനിക്ക് പേഴ്സണലി ഈ ആനിമയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെക്കുവിനൊരു ഐ ആം ഹിയർ എന്ന് പറയത്തക്കൊരു മൊമെന്റ് ഇല്ലായിരുന്നു. ഈവൻ എൻഡിങ് ഫൈനൽ വാർ ആർക്കി വരെ ഓൾമൈറ്റിനെ സിംബിൾ ഓഫ് പീസ് എന്ന നിലയിൽ കടത്തി വെട്ടാൻ ഡെക്കുവിന് ഫൈനൽ ആർക്കി പോലും പറ്റിയില്ല. ഫൈനൽ ആർക്കി വരെ ഒരു കോർക്ക് പോലും ഇല്ലാതെ ഓൾമൈറ്റ് ഓൾ ഫോർ വണ്ണിനെ ഫൈറ്റ് ചെയ്യാൻ പോയി. ആ ഒരു ലെവൽ വരെ ഡെക്കുവിന് എത്താൻ പറ്റിയില്ല. സോ അതായത് എനിക്ക് ഫൈനൽ ആർക്കിനോടുള്ള ചെറിയൊരു പ്രശ്നം. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്. ടോട്ടറോക്കിന്റെ കൺക്ലൂഷൻ അടിപൊളിയാണ്. ബാക്കുഗോന്റെ റിഡംഷൻ എന്ന് വെച്ചാൽ വേറെ ഒരു സീരീസിലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു സൈഡ് ക്യാരക്ടർ കൺസിസ്റ്റന്റ് ആയിട്ട് ഫാൻ ഫേവറേറ്റ് ആയിട്ട് റാങ്ക് ചെയ്യപ്പെട്ട വേറൊരു ക്യാരക്ടർ ഉണ്ടോ എന്ന് വെച്ചില്ല. ബാക്കുഗോ വൺ ഓഫ് ദ ഹേറ്റഡ് ക്യാരക്ടർ ആയിട്ട് ഒരുവിധം സീസൺ 3 or 4 ഒക്കെ ആയപ്പോഴത്തേക്കും ഫാൻ ഫേവറേറ്റ് ക്യാരക്ടറായി. ഡെക്കുവിനെക്കാട്ടിലൊക്കെ വളരെ ബെറ്റർ ക്യാരക്ടറായി ബാക്കുഗോ മാറി. സോ അതാണ് മൈ ഹീറോ അക്കാഡമിന്റെ ലെഗസി.
വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂ ജെൻ ഷോണൻസ്. ബ്ലാക്ക് ക്ലോവർ ആയിരുന്നു എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ്. പക്ഷെ അതിന് എന്തൊക്കെയോ പറ്റി, എൻ്റെ ആനിമെ നിന്ന് പോയതാണ് അതിന് പറ്റിയ മെയിൻ പ്രശ്നം. പക്ഷെ അത് തിരിച്ചു വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. എന്തായാലും മൈ ഹീറോ അക്കാഡമിയൻ്റെ കുറിച്ച് ഇത്ര പറയാനുള്ളൂ. സോ പീസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.